Hello friends, welcome to Counting Cars. Counting Carsലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വർഷങ്ങൾക്ക് മുൻപേ ഓട്ടോമാറ്റിക് വാഹനങ്ങളിലേക്കൊക്കെ സ്വിച്ച് ഓൺ ചെയ്യേണ്ട ടൈം കഴിഞ്ഞിരുന്നു. കാരണം മാനുവൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ റയറായിട്ട് കുറച്ച് കൺട്രീസിൽ മാത്രമാണ് മാനുവൽ കാർസൊക്കെ ഉപയോഗിക്കുന്നത്. കാരണം ലോകം മൊത്തം ഓട്ടോമാറ്റിക്കിലേക്ക് മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഗൾഫിൽ നിന്ന് കാണുന്ന സുഹൃത്തുക്കളൊക്കെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. മാനുവലൊക്കെ വാഹനം ചിലപ്പോൾ ഇല്ലാന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് എടുത്ത് പറയാൻ പറ്റും. പക്ഷെ നമ്മുടെ ഇവിടെയൊക്കെ മാനുവലാണ് കൂടുതലായിട്ടുള്ളത്. ഓട്ടോമാറ്റിക് വാഹനങ്ങളുടെ ഇപ്പം നിലവിൽ ഒരുപാട് ആൾക്കാർ ഓട്ടോമാറ്റിക് പ്രിഫർ ചെയ്യുന്നുണ്ട്. അത് പ്രത്യേകിച്ച് നമുക്ക് ചെറിയ ബഡ്ജറ്റ് ലെവലിലേക്കൊക്കെ ഒരുപാട് ഓട്ടോമാറ്റിക് വാഹനങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആൾക്കാർ ഓട്ടോമാറ്റിക്കിലേക്ക് മാറുന്നുണ്ട്. മാത്രമല്ല നമുക്ക് യൂസ്ഡ് കാർ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് വാഹനങ്ങൾക്ക് ഡിമാൻഡ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് പുതിയ വാഹനം എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇപ്പോൾ 5 ലക്ഷം റേഞ്ച് മുതൽ മുകളിലേക്ക് ഒരു 10 ലക്ഷത്തിനിടയിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പോൾ ഏതൊക്കെ വാഹനങ്ങളാണ് നമുക്ക് ഈ ഒരു ബഡ്ജറ്റിനകത്ത് ഉള്ളത്, നിങ്ങൾ ഏത് വാഹനം വാങ്ങിക്കണം, എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഉണ്ടോ, ഞാൻ നിർബന്ധിച്ചൊന്നും പറയില്ല. നമ്മുടെ പേഴ്സണൽ അഭിപ്രായം ഏതൊക്കെ വാഹനങ്ങളാണ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകണം. 3 സെഗ്മെൻ്റായിട്ട് ഞാൻ തിരിച്ചിട്ടുണ്ട്. 5 തൊട്ട് 6 ലക്ഷത്തിനിടയിൽ, പിന്നെ 6 ലക്ഷം തുടങ്ങി 8 ലക്ഷത്തിനിടയിൽ, പിന്നെ 8 തുടങ്ങി 10 ലക്ഷത്തിനിടയിൽ. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിലേക്കാണ് ഞാൻ പറയാൻ പോണത്. വേണമെങ്കിൽ ഒന്നും കൂടി നമുക്ക് സബ് ഡിവിഷൻ ചെയ്തിട്ട് 5, 6, 6, 7, 8, 9 അങ്ങനെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നല്ല വാഹനം, നിങ്ങൾക്ക് സൂപ്പർ വാഹനം വേണം. സൂപ്പർ വാഹനം ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ 10 ലക്ഷത്തിന് താഴെയുള്ള വാഹനങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല റേഞ്ചിൽ തന്നെ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു 5-5.5 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ്ഡ് കാർ പിടിക്കാനായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ 8 ലക്ഷം 9 ലക്ഷം റേഞ്ച് തന്നെ ഒരു നല്ല മോഡൽ കൂടിയൊരു ഓട്ടോമാറ്റിക് കാർ നിങ്ങൾക്ക് വേണം. പക്ഷേ ബഡ്ജറ്റ് നിങ്ങൾക്ക് ഒരു 5 ലക്ഷം രൂപ മാക്സിമം ഉള്ളൂന്നുണ്ടെങ്കിൽ യൂസ്ഡ് കാർ പിടിക്കാവുന്നതാണ്. കാരണം അവിടെയൊക്കെ നമുക്ക് ഒരു 4, 5, 5.5 ആ റേഞ്ചിലൊക്കെ യൂസ്ഡ് കാർ ഓട്ടോമാറ്റിക് നല്ല റേറ്റ് തന്നെ കിട്ടാൻ ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തിയ ഇഗ്നിസ് അങ്ങനത്തെ വണ്ടിയൊക്കെ 5.5 റേഞ്ചിലൊക്കെ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. 2018 അങ്ങനത്തെ മോഡലൊക്കെ. അതുപോലെ നമുക്ക് ഇനി ഫ്രഷ് വാഹനം എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് ഞാൻ പറഞ്ഞേക്കാം. ഇപ്പോൾ അണ്ടർ 5 lakhs നമ്മൾ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 5 to 6 lakh നമ്മൾ ആ റേഞ്ചൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ മാരുതിയുടെ എസ്പ്രസോ എന്ന് പറഞ്ഞ വാഹനം വരുന്നുണ്ട്. എസ്പ്രസോ ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കട പിടിക്കാനായിട്ട് നിൽക്കുന്നത് ക്വിഡിൻ്റെ ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. AMT ആണോ നമ്മൾ ഓട്ടോമാറ്റിക് AMT ആണ് ഉദ്ദേശിച്ചത്, ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷൻ. പിന്നെ ഡാറ്റ്സൺ റെഡിഗോ അതിൻ്റെയും AMT സംഭവങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ AMT ഗിയർ ബോക്സിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് മൈലേജിനൊന്നും കാര്യമായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം മൈലേജൊക്കെ നമുക്ക് അത്യാവശ്യം മൈലേജ് കാര്യങ്ങൾ കിട്ടുകയും ചെയ്യും. പക്ഷേ അതിൻ്റെ ചെറിയ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഗിയർ തമ്മിൽ മാറുമ്പോൾ ആ ഒരു ചെറിയൊരു ലാഗ് നമുക്ക് കാലിലും അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിലൊക്കെ ഫീൽ കിട്ടും. അത് മാത്രമാണ് ചെറിയൊരു കംപ്ലൈൻ്റ് അല്ല, അത് അതിൻ്റെ ആ ഒരു മോഡൽ അങ്ങനെയാണ്, ഗിയർ ബോക്സ് അങ്ങനെയാണ്. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാരുതി റിഫൈൻമെൻറ്റ് ഒരുപാട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാരുതി ഫസ്റ്റ് ലോഞ്ച് ചെയ്ത് സെലേറിയോ AMT ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിന് ശേഷം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവരുടെ കമ്പനിയിൽ ഇറക്കിയിരിക്കുന്ന വാഹനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ്പ്രസോ AMT. അപ്പോൾ ഇത് രണ്ടും തരക്കേടില്ലാത്ത വാഹനങ്ങൾ തന്നെയാണ്. പിന്നെ നമുക്ക് 5 to 6 lakh റേഞ്ചിൽ വേറെ നോക്കുകയാണെങ്കിൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഹ്യുണ്ടായുടെ സാൻഡ്രോ ഉണ്ട്. സാൻഡ്രോ AMT, ഇഗ്നിസ് AMT. ഈ 2 വാഹനങ്ങളും നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് ഞാൻ ഓൺ റോഡ് പ്രൈസ് അല്ല പറയണ, എല്ലായിടത്തും എടുത്ത് പറയണത് ഷോറൂം പ്രൈസസ് ആണ് പറയണത്. അപ്പോൾ ഈ ഒരു റേഞ്ച് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഗ്നിസ് ഓട്ടോമാറ്റിക്കിനേക്കാളും ഒരു പടി മുമ്പിലായിരിക്കും സാൻഡ്രോയുടെ ഓട്ടോമാറ്റിക് വരുന്നത്. കാരണം സാൻഡ്രോ ഒരുപാട് ഹ്യുണ്ടായി ഓട്ടോമാറ്റിക് വാഹനങ്ങൾ ഒരുപാട് റിഫൈൻമെൻറ്റും ചെയ്തിട്ടാണ് മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ സാൻഡ്രോ ഓട്ടോമാറ്റിക് ആയിരിക്കും കുറച്ചൊരു പ്രിഫറബിൾ എന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടൊരു അഭിപ്രായം. ഇനി നമുക്ക് അടുത്ത സെഗ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 to 7 lakhs ആണ്. ഇത് മെയിൻ ആയിട്ടുള്ള കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു ഏരിയ ആണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് ആണ്. ഇവിടെ നമുക്ക് കുറച്ച് നല്ല കാറുകൾ പറയാനുണ്ട്. ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത് ടാറ്റ ടിയാഗോന്റെ ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. അതേപോലെ സ്വിഫ്റ്റിന്റെ ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. ഇഗ്നിസ് ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. ടാറ്റയുടെ ടിഗോർ ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ഹ്യുണ്ടായുടെ ഗ്രാൻഡ് ഐറ്റൻ നിയോസ് ഇതും ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും പ്ലെയേഴ്സ് അല്ലെങ്കിൽ ഇത്രയും ബ്രാൻഡ്സ്, ഇത്രയും വാഹനങ്ങൾ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് വീണ്ടും നമുക്ക് എടുത്തു പറയുകയാണെങ്കിൽ ഹ്യുണ്ടായുടെ ഗ്രാൻഡ് ഐറ്റൻ നിയോസ് തന്നെയായിരിക്കും കുറച്ച് ബെറ്റർ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാരണം അതിൻ്റെ റിഫൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉള്ളത് തന്നെയാണ്. പിന്നെ മാരുതി പ്രിഫർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വാഹനത്തിനുണ്ട് സ്വിഫ്റ്റ് AMT ഇതിനകത്ത് അവൈലബിൾ ആണ്. അതേപോലെ ഇഗ്നിസ് ഓട്ടോമാറ്റിക്കും കുഴപ്പമില്ലാതെയാണ്. പിന്നെ പക്ഷേ ടാറ്റ നമ്മൾ കുറച്ച് പറയില്ല, ടാറ്റയും കട്ടക്ക് തന്നെ നിൽക്കുന്ന ഓട്ടോമാറ്റിക് വേരിയൻസ് തന്നെയാണ് ഉള്ളത്. അടുത്തത് നമ്മുടെ സെഗ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7 to 8 lakhs. അപ്പോൾ 7 to 8 lakhs നമ്മൾ നോക്കുകയാണെങ്കിൽ സിറ്റി യൂസേജ് കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതിനകത്ത് പറ്റിയൊരു വാഹനമുണ്ട്. അത് സെഡാൻ മോഡലാണ്, ഹാച്ച് ബാക്ക് അല്ല.
അത് നോക്കുകയാണെങ്കിൽ ഹോണ്ടയുടെ അമേസിന് ഗിയർ ബോക്സ് CVT വരുന്നത്. അത് നല്ല തിരക്കില്ലാത്ത വാഹനമാണ്. പക്ഷെ നമ്മളൊരു എന്താ പറയുക ലോങ് യാത്രയൊക്കെ എത്ര ശതമാനം കംഫോർട്ട് തരും എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. പക്ഷേ സിറ്റി റൈഡിനാണ് ഏറ്റവും ബെസ്റ്റ് ഹോണ്ടയുടെ അമേസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഹൈ സ്പീഡൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കുറച്ച് സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ പ്രശ്നമുണ്ടെന്നാണ് നമുക്ക് പൊതുവെ കിട്ടിയ റെസ്പോൺസ്. അതിൻ്റെ പേരിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. സിറ്റി യൂസ് ചെയ്തതിനും ബെസ്റ്റ് കാർ ഹോണ്ട അമേസ് തന്നെയാണ്. പക്ഷേ അല്ല, അടുത്തത് ബലേനോ ഉണ്ട്. ബലേനോ ഡെൽറ്റ എന്ന് പറഞ്ഞ വേരിയൻറ്റ് നിങ്ങൾക്കെല്ലാം അറിയാം അല്ലെ? ഡെൽറ്റ ഓപ്ഷനകത്ത് CVT വരുന്നുണ്ട്. അത് 1.2 ആണ്, 1.2 ലിറ്ററാണ് വരുന്നത്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അതിൻ്റെ ക്രാഷ് ടെസ്റ്റും കാര്യങ്ങളൊന്നും ബലേനോടും ഇപ്പോൾ നിലവിൽ കഴിഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അത് കഴിയുകയാണെങ്കിൽ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ബലേനോ പ്രിഫർ ചെയ്യാനേ ഞാൻ പറയുള്ളൂ. പക്ഷേ ഹോണ്ട അമേസ് തിരക്കേണ്ടുള്ള ഓപ്ഷൻ ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത പ്രൈസ് സെഗ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8 to 9 lakhs. അപ്പോൾ ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ച് എന്താ പറയുക സ്റ്റാൻഡേർഡ് നല്ല ഇപ്പോഴത്തെ ഹൈ ഡിമാൻഡിൽ നിൽക്കുന്ന കുറച്ച് വാഹനങ്ങൾ വരുന്നുണ്ട്. ഒന്ന് ടാറ്റയുടെ നെക്സോൺ XM വരുന്നുണ്ട്, AMT വരുന്ന. അതുകൂടാതെ ഹോണ്ടയുടെ ജാസ് വരുന്നുണ്ട്. ജാസ് കുഴപ്പമില്ലാത്ത ഓട്ടോമാറ്റിക് വേരിയൻ്റ് തന്നെയാണ്. ഹോണ്ട ജാസ് CVT വരുന്നുണ്ട്. പിന്നെ നിസാൻ മാഗ്നൈറ്റ്, അത് നിങ്ങൾക്കറിയാം, ഈ അടുത്ത് ലോഞ്ച് ആയിട്ടുള്ള നിസാൻ മാഗ്നൈറ്റും തിരക്കില്ലാത്ത പ്ലെയർ തന്നെയാണ്. പിന്നെ റെനോൾട്ടിൻ്റെ കിഗർ വന്നിട്ടുണ്ട്. അപ്പോൾ കിഗർ അത് എങ്ങനെയാണ് അതിൻ്റെ റിവ്യൂ നമുക്ക് അറിയാൻ പാടില്ല, അതിൻ്റെ പേരിൽ ഞാൻ ഉറപ്പിച്ച് പറയാനില്ല. പക്ഷേ അതും ആ സെഗ്മെൻറ്റിൽ തന്നെ വരുന്ന വാഹനമാണ്. അടുത്തതാണ് മെയിനായിട്ട് ഒരുപാട് പ്ലെയേഴ്സ് ഉള്ള ഒരു സെഗ്മെൻറ്റ് 9 to 10 lakhs ഇടയിൽ. അപ്പോൾ 9 to 10 lakhs എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ എല്ലാം ഷോറൂം പ്രൈസാണ്, ഓൺ റോഡ് പ്രൈസ് അല്ലാട്ടോ പറയണം. അത് എല്ലാവരും ശ്രദ്ധിച്ചേക്കാം. അപ്പോൾ 9 to 10 lakhs നമുക്ക് ഹാഷ് ബാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോക്സ് വാഗൻ്റെ പോളോ വരുന്നുണ്ട്. പോളോയുടെ TSI ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. കലക്കം വണ്ടിയാണ്, ഒന്നും പറയാനില്ല. പിന്നെ എർട്ടിഗയുടെ VXI ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. അത് 7 സീറ്റ് പ്രിഫർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ എർട്ടിഗ അവൈലബിൾ ആണ്. പിന്നെ ടൊയോട്ടയുടെ യാരിസ് വരുന്നുണ്ട്. സെഡാൻ മോഡൽ പ്രിഫർ ചെയ്യുന്ന ആൾക്കാർക്ക് ടൊയോട്ടയുടെ യാരിസ് CVT വരുന്നുണ്ട്. അതും ഫൺ ടു റൈഡ് വെഹിക്കിൾ തന്നെയാണ്. പിന്നെ സ്കോഡയുടെ റാപ്പിഡ് വരുന്നുണ്ട്. അതും നമുക്കറിയാം, സെഡാൻ മോഡലിൽ സ്കോഡ റാപ്പിഡും അതേപോലെ ഫോക്സ് വാഗണിൻ്റെ വെൻഡോ ഒക്കെ നമുക്ക് സെയിം പ്ലാറ്റ്ഫോമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റാവുന്നതാണ്. അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് പറ്റും. അടുത്തത് റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ആയിട്ടുള്ള സോണറ്റ്, കിയയുടെ സോണറ്റിന് HT++ വരുന്നുണ്ട്, HT+X+ വരുന്നുണ്ട്. ഇത് രണ്ടും IMT ആണ്. IMT എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, അത് എന്താ പറയുക, അവർ എന്താ പറയുക പുതിയ സിസ്റ്റമാണ്. നിങ്ങൾക്ക് ഇൻ്റലിജൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഗിയർ സിസ്റ്റമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലച്ച് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ നമുക്ക് ഗിയർ മാറ്റി പോകാം. അത് പുതിയ ടെക്നോളജിയാണ്. അപ്പോൾ ആ ഒരു സോണറ്റ് ആയിരിക്കും ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും ബെസ്റ്റ് ഫൺ ടു റൈഡ് നമുക്ക് കിട്ടുന്നതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. പിന്നെ വരുന്നത് ബ്രസയുടെ VXI ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. പിന്നെ ടൊയോട്ടയുടെ അർബൻ ക്രൂസർ, ബ്രസയും അർബൻ ക്രൂസറൊക്കെ നിങ്ങൾക്ക് അറിയാം, ചെറുതായിട്ട് രീതിയിലുള്ള കൊളാബറേഷനിൽ വന്നിരിക്കുന്ന വാഹനങ്ങളാണ്. അത് 4 സ്പീഡ് ഓട്ടോമാറ്റിക് വേരിയൻസ് ആണ് ഈ രണ്ട് വാഹനങ്ങളും വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഈ മൊത്തം പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് 2021 എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈമിൽ മേടിക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ല വാഹനങ്ങൾ. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യാൻ മറക്കരുത്. എത്രയും പെട്ടെന്ന് നമുക്ക് വേറെ വാഹനങ്ങളുടെ റിവ്യൂ ആയിട്ട് കാണാം.